അതായത് നമ്മുടെ ജീവിതത്തിലെ തകർച്ചയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം 80-ാം അധ്യായം 3-ാമത്തെ വചനം നമുക്ക് നൽകുന്നത്. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളാകെ നിരാശയിലാണ്, തകർച്ചയിലാണ്, ഞങ്ങളാകെ പെട്ടുപോയിരിക്കുക, ഞങ്ങളാകെ ഒരു ഗതികേടിന്റെ അവസ്ഥയിലാണ്, ഇനി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ. അതെന്തുവാകാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കുടുംബത്തെ സംബന്ധിച്ച് അതെന്തുവാകാം. നാണക്കേടായിരിക്കാം, അപമാനമായിരിക്കാം, അല്ലെങ്കിൽ രോഗപീഠകളായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ജോലി കിട്ടാത്തതായിരിക്കാം, മക്കൾ ഉണ്ടാകാത്തതായിരിക്കാം, വിവാഹം നടക്കാത്തതായിരിക്കാം, വീട് പറ്റാത്തതായിരിക്കാം. അങ്ങനെ ദൈവം പുനരുദ്ധരിക്കേണ്ട ഒരുപാട് മേഖലകൾ ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയാണ്, ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണം. ഇതൊന്നും ഇന്നത്തെ ആരാധനയിലും നമ്മൾ വെക്കുന്നതാണ്. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലൊക്കെ ഇതുണ്ട്. ഒരുപാട് പേര് ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന എന്തിനാണ്? നന്ദി പറയാനും, ദൈവത്തെ ആരാധിക്കാനും, തമ്പുരാന്റെ മുമ്പിലിരിക്കാനും, ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാനും വരുന്നുണ്ട്. അതുപോലെ തന്നെ തമ്പുരാന്റെ മുമ്പിൽ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഇതെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ട്.